വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു. തെരച്ചിൽ അവിടെ ഇപ്പോൾ നദിയിലെ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഉച്ചഭക്ഷണത്തിന്റെ ഇടവേള എടുക്കുന്നതാണോ, എന്താണ് ദൗത്യം ദുഷ്കരമെന്നുള്ള വിലയിരുത്തലിലേക്കാണോ അവരെത്തുന്നത്? മുബഷീർ, എന്താണ് ഇത് സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ? ഈ ഒരു തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മൺതിട്ടയോട് ചേർന്ന ഭാഗത്ത് റോഡ് ചുറ്റിയിരുന്ന ബോട്ടുകളൊക്കെ തന്നെ തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയായിട്ടും അവർ വെള്ളത്തിലിറങ്ങിയ ഒരു പരിശോധന നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമയം 1 മണിയും 25 മിനിറ്റുമായി നമുക്കറിയാം. ഉച്ചയോടടുത്തു. ഒരുപക്ഷെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ താൽക്കാലികമായി നിർത്തിയതെന്നതിനെ കുറിച്ച് അറിയില്ല. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട അധികാരികളാണ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അവിടെ നിരീക്ഷണം നടത്തുകയായിരുന്ന 6 ബോട്ടുകളുണ്ടായിരുന്ന നാവികസേനയുടെയും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയുടെയും നേതൃത്വത്തിലുള്ള സംഘം തീരത്തേക്ക് അടുത്തിട്ടുണ്ട്. ഒരു മേഖലയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. താൽക്കാലികമായി തന്നെ തിരച്ചിൽ നിർത്തിവെച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും. നമുക്കറിയാം, ഏറ്റവും ദുഷ്കരമായി മാറിയത് കുത്തൊഴുക്ക് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ രാവിലെ 10 മണിയോടുകൂടി സംഘം സർവ്വസജ്ജമായി തയ്യാറായി പുഴയിൽ ഇറങ്ങിയെങ്കിലും ഇതുവരെയായി വെള്ളത്തിലിറങ്ങി പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല. കുത്തൊഴുക്ക് തന്നെയാണ് ഇവിടെ വില്ലനായി മാറിയത്. സ്വാഭാവികമായും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വെള്ളത്തിലിറങ്ങാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് താൽക്കാലികമായി ഇത് നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ കയ്യിൽ ഉപകരണങ്ങളൊക്കെ തന്നെയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർ കഴിഞ്ഞ ദിവസം മുബഷീർ, ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. അടിയൊഴുക്കിന്റെ തീവ്രത അറിയുന്നതിനായിട്ടുള്ള ശ്രമം അവിടെ നടത്തിയിരുന്നു. നേരത്തെ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം അതാണ് ചെയ്തത്. അവർ കയറുകൾ ഘടിപ്പിച്ചുകൊണ്ട് അവിടെ നദിയിലെ അടിയൊഴുക്കിന്റെ താഴേക്ക് പോകുന്നതിനുള്ള ആ ഭാഗത്തെ അടിയൊഴുക്കിന്റെ തീവ്രത പരിശോധിച്ചു. പക്ഷേ അടിയൊഴുക്ക് വളരെ ശക്തമാണ് എന്നത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ കരയ്ക്കടുപ്പിക്കുകയാണ് ബോട്ടുകൾ. അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും, എന്താണ് അടുത്ത പദ്ധതി എന്നുള്ളത് വ്യക്തമല്ല. തീവ്രമായ അടിയൊഴുക്കാണ്. ആ മൺകൂന രൂപപ്പെട്ട ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് അവിടെ താഴേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്ന് ഈശ്വർ മൽപ്പെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബോട്ടുകൾ കരയ്ക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. കരയ്ക്ക് അടുപ്പിച്ചത് ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി ഒരു ഇടവേള എടുക്കുന്നതാണോ, ഇനി കൂടുതൽ കൂടിയാലോചനകൾക്ക് വേണ്ടിയുള്ള ഒരു സമയമാണോ എടുക്കുന്നതാണ് അറിയേണ്ടത്. തെരച്ചിൽ തുടരണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് ബോട്ടുകൾ നദിയിലേക്ക് ഇറക്കിയെങ്കിലും ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ശക്തമായ അടിയൊഴുക്കുണ്ട്. കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെയാണ് സാഹചര്യം, അല്ലെങ്കിൽ അതിനേക്കാൾ ദുഷ്കരമാണ് എന്ന് ഈശ്വർ മൽപ്പെ വ്യക്തമാക്കുകയാണ്. മുബഷീർ, പ്രതീക്ഷ മൽപ്പയിലായിരുന്നു. എന്നാൽ മൽപ്പയ്ക്കും സ്പോട്ട് നമ്പർ 4 ആയി കണ്ടെത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അതുതന്നെയാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? സുജയ, തീർച്ചയായും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മൺതിട്ടയോട് ചേർന്നുണ്ടായിരുന്ന 6ഓളം ബോട്ടുകൾ കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഉച്ചയോടുകൂടി തന്നെ താൽക്കാലികമായി ഈ ഒരു തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു. ഇതിൽ നിലവിൽ നിന്നും അവിടെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കുത്തൊഴുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാൽപ്പെ അവിടെ കെട്ടിയിരുന്ന കമ്പികൾ, അതായത് ആ മേഖലയിൽ മാൽപ്പയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്ന ശക്തി അളക്കാൻ വേണ്ടി സ്ഥാപിച്ചിരുന്ന കേബിളുകൾ പൊട്ടി എന്നുള്ളതാണ്. അതായത് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. 10 നോട്ട്സിന് മുകളിൽ 10 കിലോമീറ്ററിലധികം വേഗത്തിലാണ് കുത്തൊഴുക്ക്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രത്യേകമായ ഒരു കേബിൾ പോലെയുള്ള സംവിധാനം സജ്ജമാക്കിയിരുന്നു. അതുപോലും പൊട്ടി കുത്തൊഴുക്ക് വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നത് ഏറെ ദുഷ്കരമാണ്. വെള്ളത്തിലിറങ്ങിയാൽ കഴിഞ്ഞ ദിവസം കണ്ടതിനപ്പുറമുള്ള ഭയാനകരമായ കാഴ്ചകൾ കാണേണ്ടി വരും എന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിലും ഗംഗാവലി പുഴ ഒരു തരത്തിലും രക്ഷാദൗത്യവുമായി സഹകരിക്കുന്നില്ല. കുത്തൊഴുക്ക് ഇവിടെ കുറയുന്നില്ല. ജലനിരപ്പ് മുകൾ ഭാഗത്ത് കുറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും താഴ്ഭാഗത്തെ കുത്തൊഴുക്ക് അതത്രത്തോളം ശക്തമാണ്, ദുർഘടമാണ്, ദുഷ്കരമാണ് ഈ ദൗത്യം എന്നുള്ളത് തന്നെയാണ് വീണ്ടും 13ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രത്യേകം പറയേണ്ടി വരുന്നത്, ഏറെ സങ്കടത്തോടു കൂടി പറയേണ്ടി വരുന്നത് അതുതന്നെയാണ് സുജയ. അവർ സജ്ജമാക്കിയ മുളയും കയറും ഉപയോഗിച്ച് സജ്ജമാക്കിയ പ്ലാറ്റ്ഫോമിൽ ആശ്രയിച്ചു കൊണ്ടുപോലും വെള്ളത്തിലിറങ്ങാൻ കഴിയുന്നില്ല. അത് ഈശ്വർ മാൽപ്പെ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ അവർ തന്നെ പങ്കുവെക്കുന്ന വിവരം. അതായത് അവരുടെ യൂട്യൂബ് ചാനൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി ബാക്കിയുള്ള തിരച്ചിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. നേരത്തെ മേജർ ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നു
ഈ കുത്തൊഴുക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി കുത്തൊഴുക്ക് എങ്ങനെയാണ് ദൗത്യത്തെ ബാധിക്കുന്നതിനെക്കുറിച്ചൊക്കെ അത് ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നു. ദൗത്യത്തെ എങ്ങനെ അത് ബാധിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നു. ഇതും കാണുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ സങ്കടകരമായ കാഴ്ച കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ച. ഇപ്പോൾ ആ ഒരു മേഖലയിലുണ്ടായിരുന്ന ബോട്ടുകൾ, നാവികസേനയുടെയും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയുടെയും നേതൃത്വത്തിലുള്ള ബോട്ടുകൾ അവ പൂർണ്ണമായും കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട്.